ലുലുവില് സിനിമ കണ്ടിപ്പോ 4 ചേച്ചിമാര് കിട്ടിയ തല്ലിയനെ പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നായിരിക്കും അല്ലേ? എല്ലാ ദുഷ്ടന്മാരും നമ്മൾ പറയുന്ന ആൾക്കാരെ വിചാരം അവര് ഭയങ്കര നിഷ്കളങ്കന്മാരും ആയിരിക്കുന്നതായിരിക്കും. പണ്ട് ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ അവരുടെ ചുറ്റും കൂടി തന്നെ 5 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. എന്താ സംഭവം അറിയാം മിക്സിയിലൊക്കെ സമയത്ത് ഫാദർ സിനിമയിലൊക്കെ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അത് വരുന്ന നിസ്സാരോട്ട് വരുന്നല്ലോ. അപ്പൊ ഞാനാലോചിക്കും നമ്മളൊക്കെ ഒന്നുമില്ലാണ്ട് വന്ന ആൾക്കാരെ കാര്യം സൗകര്യം അത്രയും വന്നിട്ട് കഷ്ടപ്പെടുന്നില്ലേ സിനിമയില് വരെ. പെട്ടെന്ന് സിമ്പിളായിട്ട് വന്നൊന്നുമല്ല. നമുക്ക് അതിന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇഷ്ടമുള്ള കാര്യത്തിൽ ഞാൻ വെറുതെ എന്റെ വിനയം കൊണ്ട് പറഞ്ഞൊന്നുമല്ലോ. നമ്മളിപ്പോ അങ്ങനെ ഒരു പീരീഡ് ഞാൻ കഷ്ടം അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായോണ്ട് എനിക്ക് പേഴ്സണലി കേട്ടോ എനിക്കങ്ങനെ ബുദ്ധിമുട്ട് പിന്നെ ആൾക്കാർ മറ്റൊരു ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഹലോ CPX സ്റ്റോക്കിൽ ഇന്ന് എൻ്റെ കൂടെ ചേരുന്നത് സുധി കോപ്പയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സുചേട്ടാ, വെൽക്കം ടു CPX സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു? എനിക്ക് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചാണ് ചോദിക്കാൻ നിൽക്കായിരുന്നു, എന്താ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പടം കാണാൻ? ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയി പോയി. എനിക്ക് ഞാൻ ഒന്നതൊക്കെ ഫസ്റ്റ് അത് മാത്രല്ല നമുക്ക് ഫസ്റ്റ് ദിവസം നമ്മളെ തന്നെ ഞാൻ അഭിനയിച്ച പടം എല്ലാ പടം ഞാൻ ഫസ്റ്റ് ദിവസം കാണാറുണ്ട് മറ്റുള്ള പടങ്ങളൊക്കെ. നമുക്ക് നമ്മളെ കണ്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ്. ഇന്നലെ നടന്ന സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് റിപ്പോർട്ട്? ഞാൻ ഇന്നലെ രാത്രി കുറെ തിയേറ്ററിൽ പോയി. ഇന്നലെ ലുലുവിലായാലും പത്മ പിന്നെ നമ്മുടെ സെൻട്രൽ മാള് സെൻട്രൽ മാളല്ല സെൻട്രൽ തിയേറ്റേഴ്സ് അവരൊക്കെ പോയി. എല്ലായിടത്തും ആൾക്കാർക്ക് ഭയങ്കര അത് പ്രായമുള്ള ആൾക്കാർക്ക് രാത്രി സിനിമയ്ക്ക് വന്നിട്ടുണ്ട് മഴയൊക്കെ ആയിട്ട്. ഓഡിയൻസിന്റെ കൂടെ കണ്ടോ? ഞാൻ ആ സിനിമ മൊത്തം കണ്ടിട്ടില്ല. ഞാൻ ഏകദേശം കണ്ടു. പിന്നെ ഞാൻ പലവട്ടം സിനിമ കണ്ടാണല്ലോ, കാണും എന്തായാലും കാണും. ഓക്കെ, ഇതിന്റെ ഇപ്പൊ സിനിമയിലേക്ക് നമുക്ക് വരുമ്പോ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേർക്കിട്ട് കൊട്ടുന്നുണ്ട് സിനിമ നൈസായിട്ട്. അതിൽ ഇപ്പൊ പറയാ ഈ ലഹരി മദ്യപാനം എന്നൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പറയാം, അതുപോലെ സദാചാരം പറയാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സദാചാരത്തിന്റെ എടുക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഇപ്പൊ അതില് ചേട്ടൻ ചെയ്തൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എങ്ങനെയായിരുന്നു ഓഡിയൻസ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു? പിന്നെ ഇന്നലെ ലുലുവില് സിനിമ കണ്ടിപ്പോ 4 ചേച്ചിമാര് കിട്ടിയ തല്ലിയനെ അങ്ങനെ മെസ്സേജസ് ഒക്കെ റീൽസ് ആയിട്ട് വരണ്ടെന്ന് തോന്നുന്നു. കൊറേ അങ്ങനത്തെ ക്യാരക്ടർ നമുക്ക് ചുറ്റും കാണുന്ന ആൾക്കാരാണ്. അതെ, ഇപ്പൊ നമുക്കായാലും ദേഷ്യം. പക്ഷെ എനിക്ക് തോന്നിയെന്താ ക്യാരക്ടർ ചെയ്യുമ്പോ ഒരിക്കലും ഇപ്പൊ ലോകത്തൊരു പിശുക്കന്മാരും ഞങ്ങൾ പിശുക്കരാന്ന് പറയുമല്ലോ, അവരുടെയൊക്കെ വിചാരം നമ്മൾ ഭയങ്കര ആവശ്യമാണ്. അതുപോലെ ഇയാളുടെ ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നായിരിക്കും അല്ലേ? എല്ലാ ദുഷ്ടന്മാരും നമ്മൾ പറയുന്ന ആൾക്കാരെ വിചാരം അവര് ഭയങ്കര നിഷ്കളങ്കന്മാരും ആയിരിക്കുന്നതായിരിക്കും. സ്വന്തമായിട്ട് അങ്ങനെ സ്വയം തിരിച്ചറിവാണെങ്കിൽ നിർത്തൂല. സിനിമ മുന്നോട്ട് വെക്കുന്ന ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞ സദാചാരം മൊറാലിറ്റി ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പരിഹാസത്തിലൂടെ അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. സുചേട്ടന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സദാചാരത്തിന്റെ ആൾക്കാര് പിന്നെ അതല്ല ഇത് ഒരു സദാചാരം ഒരു കുശുമ്പെന്ന് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. നമ്മളടക്കമുള്ള സിനിമേന്റെ ആശയം വെച്ച് നോക്കുമ്പോ സിനിമ മാത്രമല്ലേ സ്വാഭാവികമായിട്ട് ഇതൊരു അല്ലേ സദാചാരം എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു കുശുമ്പാണ്. പിന്നെ അതെനിക്ക് മുമ്പത്തെ എത്ര ഇപ്പൊ ഉണ്ടെന്ന് സംശയമാണ്. മുമ്പ് ഒരാണും പെണ്ണും അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ 100 കമന്റ് വരും. ഇതിപ്പോ ഒരു മിനിമം ഒരു 10 കമന്റ് കുറഞ്ഞാണത്. അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചേട്ടൻ എന്തായിരിക്കും പറയാണ്ടാവുക? അങ്ങനെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരോട്. അല്ല അങ്ങനൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് നന്നാണ് കേസല്ലത് അല്ലേ? അപ്പൊ ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട്, നമുക്ക് ഫാമിലി അല്ലെങ്കിൽ സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട്. പക്ഷെ അതുപോലെ അതൊന്നും നമുക്കൊന്നും നമ്മളെ ഒരാള് പറഞ്ഞാൽ മാറുന്ന ആൾക്കാരൊന്നുമല്ല. അവനവൻ എന്താ പുറത്തിറങ്ങി നടന്നാൽ കുറെ മാറും. സത്യം പറഞ്ഞ എനിക്ക് തോന്നിയതാ അവര് ഒരു ഇട്ടവട്ടത്ത് ജീവിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ മിക്കവാറും ചെറുപ്പക്കാര് പിള്ളേരെല്ലാം പുറത്ത് ബാംഗ്ലൂർ അവിടെയൊക്കെ പോയി പഠിക്കുന്നത് അവർക്കൊന്നും പ്രശ്നങ്ങളില്ല. അതുപോലെ കൊച്ചി, എറണാകുളം പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം, കോഴിക്കോട് എല്ലായിടത്തും പല മാറ്റം വന്നിട്ടുണ്ട്. മെയിൻ കേരളത്തിലെ എല്ലാ മെയിൻ ടൗണിലൊക്കെ പണ്ട് ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ അവരുടെ ചുറ്റും കൂടി തന്നെ 5 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. എന്താ സംഭവം അറിയാം മിക്സിയിലൊക്കെ ഇങ്ങനൊക്കെ നടക്കും. പിന്നെ മാത്രല്ല മറ്റുള്ളവര് അത്
സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉള്ളതല്ലേ. അത് എങ്ങനെയൊക്കെ നമ്മള് നമ്മുടെ കേരള മലയാളീസ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും എല്ലായിടത്തും കാണാതിരിക്കും, പുറത്തു പോയാലും പിന്നെ കാണാം. ഓരോ രീതിയായിരിക്കും അതിന്റെ. ഓക്കെ, ഇനി ഞാനിപ്പോ ഇന്നലെ റെസ്പോൺസ് എടുക്കും. അതില് ഇപ്പൊ അഭിനയിച്ച ആൾക്കാർ പറഞ്ഞ് ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു എന്ന്. കാരണം ഭയങ്കര ചിരിയായിരുന്നു. ഇപ്പൊ നിങ്ങളെല്ലാവരും അതെ, സുരാജേട്ടനും വിജുചേട്ടനും ചേട്ടനും എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമായിരുന്നു. അവർക്കൊക്കെ എപ്പോഴും ചിരിക്കാനുള്ളതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ നടന്ന സംഭവത്തിന്റെ ലൊക്കേഷൻ? ഇത്രയും കുറെ ആൾക്കാരുണ്ട് ഈ പടത്തിൽ. നല്ലൊരു ഇതല്ല, വലിയ ഒരു കോളനി കുറെ എല്ലാരും മിക്കവാറും വേണം. മറ്റുള്ള സിനിമ പോലെ ഇവിടെ ഇല്ല, നമുക്കിപ്പോ ഇവിടെ ഷൂട്ട് എല്ലാരും കാര്യം കൊണ്ട് ഫ്രെയിം വെച്ചാലും ആൾക്കാർ വേണം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും നമ്മളിപ്പോ ഇത്രയും ദിവസം ഇപ്പൊ 45 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറെ ദിവസം അതില്ല തന്നെ ആയിരുന്നു കാക്കനാട്ടില്. അപ്പൊ അവിടെ നമ്മളെ അത് എൻജോയ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും. ഇപ്പൊ നമ്മളെല്ലാരും പോട്ടെ, ഇപ്പൊ സീനിയർ ആക്ടേഴ്സ് ബീച്ചേട്ടനും സുരാജ് ചേട്ടനും അവര് സീരിയസ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളീ പടത്തിൽ ചെയ്തേക്കുന്നതും ഡയറക്ടർ അടക്കമുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് നമ്മളെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ ഷോർട്ട് സമയത്ത് ചിരിക്കുമായിരിക്കും, അല്ലാതെ സീരിയസ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബീച്ചേട്ടൻ ഇപ്പൊ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് അത് ബീച്ചേട്ടൻ ചിലപ്പോ സീനിയർമാരിൽ നിന്ന് പഠിച്ചായിരിക്കാം. ആ പുള്ളി അതാണ് നമ്മുടെ അടുത്ത് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡയറക്ടർമാരൊക്കെ നമ്മളോട് അങ്ങനെ സീരിയസ് ആയിട്ട് ഇതായി കഴിഞ്ഞാൽ അത് എപ്പോഴും? എനിക്കൊക്കെ അനുഭവം അല്ല, ഇപ്പൊ ആരും ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വഴക്ക് പണ്ട്. എന്റെ കുഴപ്പമൊന്നുണ്ടായിരിക്കും, പക്ഷെ എന്താ പോലെ നമ്മൾ തകർന്നു. അവര് ഏതും അത് അവരുടെ തെറ്റായിരിക്കില്ലട്ടെ പറയുന്നത്. ചിലപ്പോ അവര് വേറെ വല്ല പ്രശ്നങ്ങളുടെ മുകളിലായിരിക്കാം. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമ്മള്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ആരായാലും. നടന്ന സംഭവം ഭയങ്കര ജോലിയായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനെ പ്രത്യേകിച്ച് ഇവരൊന്നും ഭയങ്കര നമുക്കങ്ങനെ ഒരു സത്യത്തില് അവരൊക്കെ ആരോരുണ്ടായിരുന്നില്ല. അത് എനിക്ക് മെയിൻ പറയാല്ല, കാരവാൻ ഇല്ല മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഞാനത് അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കാരവാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷോർട്ട് കഴിയുമ്പോൾ അവിടെ തന്നെ തന്നെ ഇരിക്കും. പിന്നെ ലോങ് ടൈം ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴേ റൂമുണ്ട് അവിടെ പോയിരിക്കും അല്ലേ. ഇത് എവിടെയായിരുന്നു ഷൂട്ടിംഗ്? നമ്മുടെ കാക്കനാട് ആവില്ല, പിന്നെ തൃശ്ശൂർ പോലീസ് അക്കാദമിയിലൊക്കെ. സുചേട്ടന്റെ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പൊ അതില് ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ സിനിമയ്ക്ക് അകത്തും പുറത്തും ആയാലും ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സിനിമ എന്ന് മാത്രമല്ല, എനിക്ക് ഞാൻ ജോലി ചെയ്ത് പണ്ട് പല ജോലി ചെയ്തതിന്റെയും പിന്നെ കൊച്ചിയിൽ എനിക്ക് കണ്ടമാനം ഫ്രണ്ട്സ് ഉണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ എറണാകുളം ബേസ് ചെയ്ത് എല്ലാ തരം ഫ്രണ്ട്സും ഉണ്ട്. ഈ എന്താ സ്വഭാവം എന്ന് പറയുമ്പോ ആ ഒരു ടൈമില് ഇപ്പൊ സൗബിൻ ചേട്ടൻ, അതിനാ ഞാൻ വന്നത്. സൗബിൻ ചേട്ടനൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണ്. ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾ ഒരു ടൈമിൽ വന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇനിയിപ്പോ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സുരാജ് ചേട്ടൻ, ജോജി ചേട്ടൻ ഇവരൊക്കെ അല്ലാണ്ട് വന്നിട്ട് ഇവരൊക്കെ ഒരു സിനിമേന്റെ ഇപ്പോ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അത് സത്യം പറഞ്ഞാൽ അതിപ്പോ ചേട്ടനൊക്കെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പം അതിൻ്റെ ഒരു ജേണിയിലാണെന്ന് പറയാം. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സൗബിൻ ചേട്ടൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്ത ആളെന്ന രീതിയിൽ അവരുടെ ആ ഒരു ജേണി, അല്ലെങ്കിൽ ചേട്ടൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജേണി എത്രത്തോളം ചലഞ്ചിങ് ആണ്, അങ്ങനെ ഒരു സിനിമയുടെ മെയിൻ ക്യാരക്ടർ ആവുക എന്നതിലേക്കുള്ള ഒരു ജേണി. അല്ല, ഞാൻ സൗബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗബിൻ ശരിക്കും പറഞ്ഞാൽ സൗബിന്റെ ചില വീഡിയോസ് തന്നെ കണ്ടറിയാലോ എന്താ ക്രിയേറ്റീവ് ഉള്ള ആളാണ്. കണ്ടിട്ടില്ലേ ഇപ്പൊ സിനിമ ഇപ്പൊ ഇത്രയും വലിയ ഭയങ്കര മെയിൻ സ്ട്രീമിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും ഞാൻ കണ്ടു. കാര്യം ഭയങ്കര രസമായിട്ടൊക്കെ നല്ല തമാശയൊക്കെ പറയുന്ന ആളാണ്. അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു സിനിമ ഉള്ളത്. സൗബിന്റെ ഫാദർ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അത് വരുന്ന നിസ്സാരമായിട്ട് വരുന്നല്ലോ. അപ്പൊ ഞാനല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്നുമില്ലാണ്ട് വന്ന ആൾക്കാരെ കാര്യം സൗബിൻ അത്രയും വന്നിട്ട് കഷ്ടപ്പെട്ടില്ല സിനിമയിൽ വരെ. പെട്ടെന്ന് സിമ്പിളായിട്ട് വന്നൊന്നുമല്ല. നമ്മളൊക്കെ പിന്നെയും ഭാഗ്യം വരാം പെട്ടെന്ന് എത്തിയില്ലേ? ഓക്കെ. അല്ല, ഇതിലിപ്പോ അങ്ങോട്ട് പൂണേന് ഉണ്ടായിരുന്ന ഒരു ഹാർഡ് വർക്ക് എന്തായിരിക്കും? ഇപ്പോ ജോജി ചേട്ടനൊക്കെ ആയാലും ഇപ്പൊ ചേട്ടനായാലും ഇപ്പോ സിനിമയിൽ വന്ന ഒരു സാഗർ ഇലിയാസ് ചാക്കിൽ നമ്മൾ കണ്ട ഒരു ഇതിലല്ല മലയാള സിനിമയിൽ ഇപ്പൊ ചേട്ടൻ നിൽക്കുന്നത്. ഒരുപാട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് സ്റ്റെപ്പ് മേലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ജേണി എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു? അല്ല, നമ്മള് ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് വേറെ രക്ഷപ്പെടാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല സത്യത്തില്. കാര്യം രക്ഷപ്പെടണം, അഭിനയിക്കണം എന്നുള്ള കാര്യം എങ്ങനെ, അതാണ് മെയിൻ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോ നമുക്ക് അതിന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാര്യം നമ്മൾ ഇഷ്ടമുള്ള കാര്യത്തിന്
ഞാൻ വെറുതെ എന്റെ വിനയം കൊണ്ട് പറഞ്ഞൊന്നല്ലോ. നമ്മളിപ്പോ അങ്ങനെ ഒരു പീരീഡ് ഞാൻ കഷ്ടം അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായോണ്ട് എനിക്ക് പേഴ്സണലി കേട്ടോ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് പിന്നെ ആൾക്കാർ മറ്റൊരു ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഞാൻ എന്റെ ഒരു കാര്യത്തിന് ചെയ്യണേ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പൊ എനിക്കങ്ങനെ വിഷമങ്ങളോ അങ്ങനെ തീക്താനുഭവം പറഞ്ഞ സംഭവം എനിക്ക് തന്നെ ആയിട്ടില്ല. ചിലപ്പോ അവരൊക്കെ പറഞ്ഞു കാണും, നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വരട്ടെ. ഓക്കെ, ഇപ്പൊ ഇലവീട പൂഞ്ചിറ ഭയങ്കരമായിട്ട് ഇപ്പൊ ഇത്രയും കാലം ചെയ്ത സിനിമ എന്ന് പറയാ ഭയങ്കരമായിട്ട് എടുത്ത് സുചേട്ടന് ഫുൾ ഒരു സിനിമയിൽ ഫുള്ള് നമുക്കിങ്ങനെ നമുക്കിന്നെ അയ്യോ ഇതെന്തൊരു സിനിമ എന്തൊരു ക്യാരക്ടർ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സിനിമ. ശരിക്കും അതിലെ ക്യാരക്ടർ വന്നപ്പോൾ അതൊരു ലൈഫിലൊരു ചേഞ്ച് ആയിരിക്കും. ഇനി ഒരു സപ്പോർട്ടിങ് ആക്ടർ എന്നൊരു ഇങ്ങോട്ടൊരു കയറ്റം ഉണ്ടാവും അതിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിനിമ കരിയറിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു കയറ്റത്തിനുള്ളതാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ വന്നപ്പോഴല്ല ക്യാരക്ടർ വന്നിട്ട് നമ്മൾ അഭിനയിക്കണ്ടേ. അതെങ്ങനെയുണ്ടായിരുന്നു കഥ കേട്ടപ്പോ എന്ത് തോന്നി? കഥ ഞാൻ കുറെ മുമ്പ് കേട്ടതാ, കുറെ വർഷം മുമ്പ് കേട്ടാ ഷായി പറഞ്ഞു. പക്ഷെ നമ്മള് അപ്പോഴൊന്നും ഇത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് അറിയാലോ നമുക്ക് എന്നെ പോലെ ആക്കുന്ന എപ്പോഴും കിട്ടുന്ന ഒരു ക്യാരക്ടർ ഒന്നും. കാര്യം അത് 3 ലെയറൊക്കെയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. ആദ്യം നമ്മൾ ഭയങ്കര ഫണ്ട്, പിന്നെ ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെ പിന്നെ നമ്മൾ പെട്ടുപോകുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ അത് ചെയ്യാന്നാണ് അവര് പറയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ അവര് പറയുന്നതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു ധാരണ അങ്ങനെ ചെയ്തോട്ടെ, അവർ ഓക്കെ പറയുന്നത്, അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അല്ല എന്റെ ഇഷ്ടങ്ങൾ മാത്രമോ അപ്പൊ ഡയറക്ടർ പറയുന്നത് മാത്രമല്ലല്ലോ. അപ്പൊ നമ്മള് എല്ലാരും കൂടി ചേർന്നുള്ളൊരു സംഭവം. പിന്നെ അത് ചെയ്തപ്പോ ഉണ്ടായിരുന്നോ അത് ഓക്കെ ലൈഫിലേക്കുള്ള അടുത്തൊരു ചേഞ്ച് ഉള്ളൊരു പോയിന്റ് ആണ് ആ സംഭവം? അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോഴേ ഇപ്പൊ നമുക്കൊരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടുക എന്നുള്ള സംഭവമില്ല. അതാണല്ലോ പടം ഓടുക, ക്യാരക്ടർ നമ്മൾ അഭിനയം മാത്രമല്ല സിനിമ ടോട്ടൽ സിനിമ നന്നാകുമ്പോഴാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ശരിയാ, ഇനി നമുക്കത് അങ്ങനെ ആ ക്യാരക്ടറല്ല വേറെ ഒരു ക്യാരക്ടറേക്ക് ഇനി വരാൻ പോകണം. അങ്ങനത്തെ മനസ്സിലായി. 2-3 സിനിമകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് ഒരിക്കലും നഷ്ടമല്ല. ഇലവിട പൂഞ്ചിറ ചെയ്തപ്പോൾ ഞാൻ മെക്കാഞ്ചേട്ടൻ്റെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായി സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇപ്പൊ ജഗതി ചേട്ടന്റെ റോളിൽ ജഗതി ചേട്ടൻ തന്നെ ചെയ്യണം, ഇന്നസെന്റ് ചേട്ടൻ വിചാരിച്ചാൽ അവർ തന്നെ ചെയ്യണം, വേറെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറവാണ്. ഇപ്പോൾ സ്വഭാവ നടൻ എന്നുള്ളൊരു സംഭവത്തിൽ കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കുറവാണ്. പക്ഷേ ഒരാൾ അല്ലെങ്കിൽ വേറൊരാൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു സംഭവം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മളീ പറയുന്ന ആക്ടേഴ്സിന് മുമ്പും ഇതൊക്കെ പറഞ്ഞു കാണും ആൾക്കാർ. ഇങ്ങനത്തെ ഇല്ലേ, അതിനു മുമ്പ് കൊട്ടാരക്കര സാറ് അല്ലെങ്കിൽ മറ്റേ പി ജയൻ സാർ ഇവരൊക്കെ അഭിനയിച്ചപ്പോഴും ഇപ്പൊ അത് കഴിഞ്ഞ് വന്ന ജനറേഷൻ ഉണ്ട്, എം ജി സോമൻ, അവര് ആ കാറ്റഗറിയിൽ ഇതൊക്കെ സംസാരിച്ചു. പണ്ടത്തെ അങ്ങനെയൊക്കെ കാലഘട്ടത്തിലെല്ലാം സംസാരിച്ചു അല്ലേ. ഇപ്പൊ നമ്മുടെ പൊളിറ്റീഷ്യനെ കുറിച്ചൊക്കെ സംസാരിക്കില്ലേ, അല്ലെങ്കിൽ മീഡിയയെ കുറിച്ച് സംസാരിക്കില്ലേ. പണ്ട് പത്രം എന്ന് പറയുമോ, അത് അങ്ങനെ പറയും പത്രം, പിന്നെ അത് അങ്ങനെ വന്നു പ്രിന്റിംഗ് മീഡിയ, അത് കഴിഞ്ഞല്ലേ ഇപ്പൊ ഓൺലൈൻ മീഡിയ. അപ്പൊ എപ്പോഴും ഓരോ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കും അവരുടെ ആർട്ടിസ്റ്റ്. അങ്ങനെയാണ്. അപ്പൊ ആ സാഹചര്യം മാറി, കഥ മാറി, നമ്മുടെ ജീവിത രീതി മാറിയില്ലേ. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്നത് ആസ് എ സപ്പോർട്ടിംഗ് ആക്ടർ ഭയങ്കര നെഗറ്റീവായിട്ട് എപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ ഇങ്ങനത്തെ ഒരു സാധനം നിൽക്കുന്നുണ്ട്, നമ്മളില്ലെങ്കിൽ വേറൊരാള് ഇത് ചെയ്യില്ല. നമ്മളില്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മളെന്നല്ല സംഭവം ചെയ്യുന്നത്. നമ്മള് കഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തോളം കഷ്ടപ്പെടില്ലേ. ആൾക്കാർ ക്യൂ ആണ് ഇപ്പൊ. കാര്യം പണ്ടത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കുറെ കൂടെ എൻട്രി എളുപ്പമായി പ്രശ്നം സിനിമ. അപ്പൊ ആളുകൾ എല്ലാവരും നല്ല കഴിവുള്ള കാര്യമില്ലേ. ഒരു മറ്റേ റീൽസിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ഞെട്ടിപ്പും, അവർ സിനിമയിലൊന്നും മരിക്കാൻ വേണ്ടില്ല, അവർ ചെയ്യുന്നവരെ കണ്ട് ഞെട്ടിപ്പും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ. പിന്നെ ഇനിയിപ്പോ ക്യാരക്ടറുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നടന്ന സംഭവത്തിലെ കഥാപാത്രം ആണെങ്കിലും അതിന് മുമ്പത്തെ അതേ ഷെയ്ഡുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഏഷ്യൻ ഇച്ചിരി കോഴിത്തരമൊക്കെ ഉള്ള അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇപ്പൊ ഒന്ന് ചെയ്തത് സക്സസ് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ടൈപ്പ് കാസ്റ്റിംഗ് രീതിയിൽ അങ്ങനെ വരുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല. ഞാനിപ്പോ പറഞ്ഞപ്പോ ഓർത്തത് അങ്ങനെ ഉണ്ടെന്നില്ല. ആമയിലെ ക്യാരക്ടർ എനിക്ക് പറഞ്ഞില്ലേ ഫസ്റ്റ് കിട്ടുന്ന ഒരു ക്യാരക്ടർ, അത് ഇങ്ങനത്തെ ഒരു ഏഷ്യനൊന്നുമില്ല. അത് ഒരു പിന്നെ മെക്സിക്കൻ അപാരം എന്ന പടത്തില് ഒരു അവിടെ ഇവിടെ നടക്കുന്ന അത് ഇങ്ങനത്തെ വേറെ ടൈപ്പ് ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. ഈ നടന്ന സംഭവമായിട്ട് എനിക്ക് ബന്ധമായിട്ട് തോന്നിയിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് ആ ഒരു ഇതേപോലെ അവിടെ ഇവിടെയും ജസ്റ്റ് ഇങ്ങനെ ചെന്ന് പറയുന്ന ഒരു സ്ഥലം.